ഹലോ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. അപ്പൊ ടീച്ചിങ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഞാൻ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് സൈക്കോളജി ക്വസ്റ്റ്യൻസ് അല്ല. സൈക്കോളജിയെ പോലെ തന്നെ നമുക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പെഡഗോജി അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് സെലക്ട് ചെയ്യേണ്ടത്, അപ്പൊ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കോളജിയെ പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? പെഡഗോജിയിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന കുറേയധികം തിയറി പോർഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വായിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഉഷാറാണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗ്നോസ്റ്റിക് പരീക്ഷണ രീതി പ്രയോഗിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് പരീക്ഷണ രീതി പ്രയോഗിക്കുന്നത്. നോക്കൂ, കുട്ടികൾ എന്തു പഠിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ബി, കുട്ടികൾ എന്തു പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. കുട്ടികളുടെ ഭാവി പ്രകടനം പ്രവചിക്കുന്നതിന് വേണ്ടി. ഡി, പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്? എപ്പോഴാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോഗം, അല്ലെ? അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? എന്താണ്? കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി, അല്ലെ, അവരുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്? അതല്ലെങ്കിൽ കുട്ടികളെ ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേഡുകൾ നൽകി അവരെ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ? അപ്പൊ എന്തിനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, അല്ലെ? കുട്ടികൾ എന്ത് പഠിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. ആ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോ തന്നെ ആ വാക്കിലുണ്ട്, അല്ലെ? എന്താണ്? ഡയഗ്നോസ് ചെയ്യുക. എന്താണ്? കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ട്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഈ ടെസ്റ്റുകളുടെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് ഒരു കുട്ടിക്ക് നമ്മൾ ഒരു പാഠഭാഗം പറഞ്ഞു കൊടുത്തു, അതല്ലെങ്കിൽ ഒരാശയം നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് നോക്കണം? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യം മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ, മനസ്സിലാകുന്നില്ലേ, എന്തോരം കാര്യങ്ങൾ മനസ്സിലാകാതെ പോയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയണം, അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് പരീക്ഷണം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുന്നത്. ഇനി അതേസമയം തന്നെ നമ്മൾ ഒരു ആശയം മുഴുവനായി കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു, പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തോരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ നടത്തുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താണ്? കുട്ടികൾ എന്തു പഠിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത്. അതേസമയം തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് മനസ്സിലാകാതെ പോയിട്ടുള്ളത്, അതാണ് നമുക്ക് അറിയാൻ പറ്റുക. ഇനി കുട്ടികൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാതെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ കൊടുക്കണം അവർക്ക്? പരിഹാരബോധനം, അല്ലെ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് റെമഡിയൽ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓപ്ഷൻ സി നോക്കിയേ. കുട്ടികളുടെ ഭാവി പ്രകടനം പ്രവചിക്കുന്നതിന്. കുട്ടികള് ഒരു ഫ്യൂച്ചറിലോട്ട് അല്ലെങ്കിൽ നാളെ അവരൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് നിങ്ങൾ ഈ കൂട്ടത്തില് മനസ്സിലാക്കി വെക്കുക. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? കുട്ടികൾ എന്തു പഠിച്ചില്ല എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നു. കുട്ടികൾ എന്തൊക്കെ പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അച്ചീവ്മെന്റ് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തുന്നത്. കുട്ടികളുടെ ഭാവി പ്രകടനം പ്രവചിക്കാൻ സഹായിക്കുന്നത്
പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വഴിയാണ്. ഇനി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ എഴുതാൻ പോകുന്ന കേട്ടറ്റ് എക്സാം അല്ലെ. ഒരു ടീച്ചർ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നതാണ് ഇതിൽ കൂടെ നോക്കുന്നത്, കേട്ടറ്റ് എക്സാമിൽ കൂടെ നോക്കുന്നത്. അതൊരു തരത്തിൽ എന്താണ്, നമ്മുടെ ഭാവി പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. എൻട്രൻസ് ടെസ്റ്റുകൾ, ക്വാളിഫയിങ് എക്സാംസ്, ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ്. അപ്പൊ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്രേഡിംഗ് എന്ന വാക്ക് ഗ്രേഡസ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഗ്രേഡസ് എന്ന വാക്ക് ഏത് ഭാഷയിലേതാണ്? ഗ്രേഡിംഗ് അല്ലെ. ഗ്രേഡിംഗ് എന്ന വാക്ക് ഗ്രേഡസ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഗ്രേഡസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്? നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ചില വാക്കുകളുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. റോമൻ, ജർമ്മൻ, ഇങ്ങനെ ഒരുപാട് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള പലതരത്തിലുള്ള പേരുകൾ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ നമ്മൾ പഠിച്ചിട്ട് കുറെ കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതൊക്കെ കൂടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറും അല്ലെ. അപ്പോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വാക്കിനെ പറ്റിയിട്ടാണ്. ഗ്രേഡസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ഗ്രേഡിംഗ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഗ്രേഡസ് എന്ന് പറയുന്നത് ഏതല്ല, നമ്മുടെ നാട്ടുകാരനല്ല, മൂപ്പറിനെ നമ്മൾ എവിടെന്നോ ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതെവിടെ നിന്നാണ്? ഗ്രീക്ക് ആണോ, ലാറ്റിൻ ആണോ, റോമൻ ആണോ, ജർമ്മൻ ആണോ? എവിടെ നിന്നാണ്? ലാറ്റിൻ. ലാറ്റിൻ പദമായിട്ടുള്ള ഗ്രേഡസിൽ നിന്നുമാണ് ഗ്രേഡിംഗ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഓർത്തിരിക്കുക, ഗ്രേഡസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നും എന്ത് വന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഗ്രേഡിംഗ് വന്നിട്ടുള്ളത്. ഇനി എന്താണ് അതിന്റെ അർത്ഥം? അതും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്താണ് അർത്ഥമായിട്ട് വരുന്നത്? സ്റ്റെപ്പ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണയം. മൂല്യനിർണയം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള മേഖലകളെയും പറ്റി പരാമർശിക്കണം. അതിനോടൊപ്പം തന്നെ എന്താണ്, പഠനത്തിനോടൊപ്പം തന്നെ പോകേണ്ടതാണ് മൂല്യനിർണയം അല്ലെ. അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. കുട്ടികളില് അനാവശ്യമായിട്ടുള്ള മത്സര ബുദ്ധി ഒഴിവാക്കുക എന്നതായിരുന്നു ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഒരു നിശ്ചിത പരിധി മാർക്ക് മേടിക്കുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെറ്റർ ഗ്രേഡ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ 90 മുതൽ 100 മാർക്കിനുള്ളിലുള്ള കുട്ടികള് A+ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, 91 കിട്ടിക്കഴിഞ്ഞാലും 99 കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഗ്രേഡ് എന്ന് പറയുന്നത് ഏതാണ്? A+ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, കുട്ടികൾ തമ്മിൽ ഒരു ആവശ്യമില്ലാത്തൊരു മത്സരം അല്ലെ, നിനക്ക് അത്ര മാർക്കല്ലേ, നിനക്ക് ഇത്ര മാർക്കല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺ അവിടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ മൈൻഡ് കുട്ടികളുടെ ഉള്ളിൽ വേണം. പക്ഷെ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യണം? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് കുട്ടികളിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഗ്രേഡിംഗ് സമ്പ്രദായം. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെറ്റർ ഗ്രേഡ് കൊണ്ട് സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ഗ്രേഡസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഗ്രേഡിംഗ് എന്ന ഇംഗ്ലീഷ് വേർഡ് വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് എന്നാണ്, പടികൾ. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പഠന ദൗർബല്യമുള്ളവർക്കും പഠന വൈകല്യമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഉപകരിക്കാൻ ഉതകും വിധം നിലവിലുള്ള പാഠ്യപദ്ധതി സമീപനത്തിന് അനുസൃതമായി അധ്യാപകൻ ക്ലാസ് മുറിയിൽ നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകൾ അറിയപ്പെടുന്നത്. കുറച്ച് വലിയൊരു ചോദ്യമാണ് അല്ലെ. ആ ചോദ്യം വായിച്ച കോൺസെപ്റ്റ് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയം നമ്മൾ എടുക്കും. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? അതായത് നമുക്ക് ഒരു ക്ലാസ് റൂമിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ നിലവാരത്തിൽ കഴിവുള്ള അല്ലെങ്കിൽ ഒരേ നിലവാരം ബുദ്ധി പുലർത്തുന്ന കുട്ടികളെല്ലാം നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കാം.
കുട്ടികൾ എന്ന് പറയുന്നത് പല തരക്കാരായിരിക്കും. ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട്, സർഗാത്മക കഴിവുകൊണ്ട് ഒക്കെ തന്നെ അവരെന്തായിരിക്കും, വ്യത്യസ്തരായിരിക്കും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ നമുക്ക് ആരെയും കാണാനായിട്ട് പറ്റും? പഠന ദൗർബല്യമുള്ള കുട്ടികളെ കാണാൻ പറ്റും, പഠന വൈകല്യമുള്ളവരെ കാണാൻ പറ്റും, ഭിന്നശേഷിക്കാരെയും കാണാൻ പറ്റും. അപ്പൊ ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ചില പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ആര് വരുത്താറുണ്ട്? അധ്യാപകൻ വരുത്താറുണ്ട്. അപ്പൊ അധ്യാപകന്റെ ഈ ക്രിയാത്മക ഇടപെടലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. എ പാഠ്യപദ്ധതി സമായോജനം, ബി പാഠ്യപദ്ധതി അനുരൂപീകരണം, സി പാഠ്യപദ്ധതി ക്രമീകരണം, ഡി പാഠ്യപദ്ധതി രൂപീകരണം. ഇവിടെ അധ്യാപകൻ നടത്തുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന അധ്യാപകന്റെ ഈ ക്രിയാത്മക ഇടപെടലുകൾ അറിയപ്പെടുന്നത് പാഠ്യപദ്ധതി അനുരൂപീകരണം എന്നാണ്. ഓക്കെ, പാഠ്യപദ്ധതി അനുരൂപീകരണം. കരിക്കുലം അഡാപ്റ്റേഷൻ. പലതരത്തിലുള്ള കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, കഴിവ് കുറവുള്ള കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് എന്താണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലോട്ട് പാഠ്യപദ്ധതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചെറിയ ചെറിയ മാറ്റങ്ങൾ, അല്ലെ, പഠന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു, പഠന പ്രവർത്തനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാസ്സിലെ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകളെയാണ് നമ്മൾ കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാര് നമുക്കിടയിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ പുതിയ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്, അല്ലെ. മുൻപ് നമുക്ക് ഓഗസ്റ്റ് മാസം അവസാനത്തോട് കൂടിയിട്ടായിരുന്നു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവില് നമുക്കിപ്പോ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 18, 19 തീയതികളിലായിട്ടാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ പഠിക്കാനായിട്ട് കുറച്ചും കൂടി അധികം സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പഠിച്ചു തുടങ്ങിയാലും നമുക്ക് എന്ത് സാധിക്കും? ഈ വരുന്ന കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെ. അപ്പൊ അതിന് ടീം സൈലം ഇവിടെ റെഡിയാണ്. പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഫുൾ പാക്ഡ് ആക്കിയിട്ട് ഈ വരുന്ന കേട്ടറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. കേട്ടറ്റ് കാറ്റഗറി 1-നും കേട്ടറ്റ് കാറ്റഗറി 2-നും 3-ക്കും നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നമ്മുടെ പഠനമൊക്കെ തുടങ്ങി ടോപ്പിക് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൃത്യസമയത്ത് റിവിഷൻ ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ഒരു കേട്ടറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും. പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പഠിപ്പിക്കാൻ നമ്മുടെ ടീച്ചിങ് എക്സാം, സൈലം ടീച്ചിങ് എക്സാംസ് ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ തുടരാം. 4th ക്വസ്റ്റ്യൻ എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഉദ്ദേശ്യം നമുക്കറിയാം, അല്ലെ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്താണ്? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നൽകുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് നോക്കൂ. ഇഷ്ടപ്പെട്ട തൊഴിൽ നേടാൻ പഠിതാക്കളെ പ്രാപ്തരാക്കുക, തൊഴിൽ സാഹചര്യം പരിചയപ്പെടുത്തുക, തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം നൽകുക, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക. ഇതിലെ എന്താണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഉദ്ദേശ്യമായിട്ട് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൂടെ അവർക്ക് നൽകണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അതല്ലെങ്കിൽ പഠിതാക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ? തൊഴിൽ സാഹചര്യത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് എന്തോരം തരത്തിലുള്ള കഴിവുകൾ ആവശ്യമാണ്, അതുപോലെ തന്നെ അറിവുകൾ ആവശ്യമാണ്, അതിലുള്ള ഒരു പരിജ്ഞാനം നൽകാൻ വേണ്ടിയിട്ടാണോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നൽകുന്നത്? അതല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുകയാണോ ഇതിന്റെ ലക്ഷ്യം? എന്താണ് ലക്ഷ്യമായിട്ട് വരിക? ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പറയാം? 4 ഉത്തരവായിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെ. പക്ഷെ പെഡഗോജി ക്വസ്റ്റ്യൻ ആണ്. പെഡഗോജി ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ഓപ്ഷനും നമുക്ക് ചിലപ്പോൾ എന്തായിട്ട് തോന്നും? ഉത്തരമായിട്ട് തോന്നും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ചോദ്യത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഉത്തരം എന്താണോ അതാണ് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റേണ്ടത്. ഓക്കെ, ഏറ്റവും അടുത്ത് കിടക്കുന്നത്, മോസ്റ്റ് സ്യൂട്ടബിൾ എന്നുള്ള രീതിയിലാണ്
നമ്മൾ ഇവിടെ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ്. തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം നൽകുക. ഒരു തൊഴിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ കഴിവ് വേണം, ഏതൊക്കെ തരത്തിലുള്ള അറിവുണ്ടായിരിക്കണം, അതിനെ കൃത്യമായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അവർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നത്. അപ്പൊ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി കുട്ടി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടിയെടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം കുട്ടിക്ക് കിട്ടും അല്ലെ? പഠിപ്പ് കഴിഞ്ഞ് കുട്ടിക്ക് നേരെ എങ്ങോട്ടേക്ക് കയറാം? ആ തൊഴിലിലോട്ട് കയറാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഠിതാക്കൾക്ക് നൽകിയ ഒരു പാഠഭാഗത്ത് ചില വാക്കുകൾ ബോൾഡായും ചിലത് ഇറ്റാലിക്സിലും എഴുതിയിരിക്കുന്നു. മറ്റു ചില വാക്കുകൾ വ്യത്യസ്ത നിറത്തിലും വലിപ്പത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം. ഇവിടെ എന്താ പറയുന്നത്? പഠിതാക്കൾക്ക് നമ്മൾ എന്തു കൊടുത്തു? ഒരു പാഠഭാഗം നൽകി. ആ പാഠഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങൾ, അതിലെ കുറച്ച് വാക്കുകൾ നമ്മൾ ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലത് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്, ചിലതിന് നമ്മൾ കളർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? ബോധനം എളുപ്പമാക്കാൻ, ഗ്രഹണം കേന്ദ്രീകൃതമാക്കാൻ, ശ്രദ്ധയാകർഷിക്കാൻ, നിരീക്ഷണം എളുപ്പമാക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ചില വാക്കുകൾക്ക് നമ്മൾ ബോൾഡ് ആയിട്ട്, ചിലത് ഇറ്റാലിക്സില്, ചിലത് കളറുകൾ അടിച്ചൊക്കെ നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ? ഈ ക്വസ്റ്റ്യനിലെ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക കളറ് ഞാൻ കൊടുക്കുകയാണ്. ഒരു പ്രത്യേക കളർ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റ്യന്റെ ഒരു ഭാഗത്ത് ഞാൻ നൽകുന്നു. അപ്പൊ ഉടനെ തന്നെ ഇത് കാണുമ്പോ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാ പോവുക? ഈ കളർ ഇത് വെച്ചിട്ടുള്ള ഭാഗത്തിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ പോവുക അല്ലെ? അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഓപ്ഷൻ സി, ശ്രദ്ധയാകർഷിക്കുക അല്ലെ? കുട്ടികളുടെ ശ്രദ്ധ വളരെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട ആശയങ്ങള് ബോൾഡ് ആയിട്ട് നൽകുന്നു, അതല്ലെങ്കിൽ വേറെ ഒരു കളറില് നൽകുന്നു. അപ്പൊ ഇങ്ങനെ ചില ആശയങ്ങൾ മാത്രം അല്ലെങ്കിൽ ചില വാക്കുകൾ മാത്രം നമ്മൾ ഇങ്ങനെ ബോൾഡ് ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ശ്രദ്ധ ഏറ്റവും ആദ്യം എത്തുന്നത് ആ വാക്കുകളിലോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജസ്റ്റാൾട്ട് തിയറി അനുസരിച്ചാണ്. അപ്പൊ ജസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ചില കാര്യങ്ങൾ നമ്മൾ ബോൾഡ് ആയിട്ട് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തോളും? നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധയെ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം അവർ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് വലുതാക്കി വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കർ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ കുട്ടികൾ അത് ശ്രദ്ധിക്കും, അവരത് വായിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ പെൺകുട്ടികളും ബുദ്ധിമതികളാണ്. രാധ ഒരു പെൺകുട്ടിയാണ്, അതിനാൽ രാധ ബുദ്ധിമതിയാണ്. ഈ അനുമാനത്തിന്റെ ചിന്താശ്രേണി അറിയപ്പെടുന്നത് എന്താണ് പറയുന്നത്? എല്ലാ പെൺകുട്ടികളും ബുദ്ധിമതികളാണ്, രാധ ഒരു പെൺകുട്ടിയാണ്, അതിനാൽ രാധ എന്തായിരിക്കും? ബുദ്ധിമതിയായിരിക്കും. ഈ ഒരു അനുമാനത്തിന് കാരണമായിട്ടുള്ള ചിന്താശ്രേണി ഏതാണ്? ആഗമന ചിന്താരീതി, നിഗമന ചിന്താരീതി, അനുമാന ചിന്താരീതി, ചാക്രിക ചിന്താരീതി. ഇവിടെ ഏത് രീതിയിലോട്ടാണ് അല്ലെങ്കിൽ ഏത് തരം ചിന്തയാണ് നടന്നിട്ടുള്ളത്? ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? 6th ക്വസ്റ്റ്യന്റെ ബി അല്ലെ? നിഗമന ചിന്താരീതി. കാരണം എന്താ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാ പെൺകുട്ടികളും ബുദ്ധിമതികളാണ്. എല്ലാ പെൺകുട്ടികളും അല്ലെ? പൊതുവായ ഒരു കാര്യമാണ് ആദ്യം പറയുന്നത്. പൊതുവായ ആശയമാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷമാണ് എന്തിലോട്ട് പോകുന്നത്? രാധയിലോട്ട് പോകുന്നത്. എല്ലാ പെൺകുട്ടികളും ബുദ്ധിമതികളാണ്, രാധ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് രാധയും എന്തുതന്നെയായിരിക്കും? ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും. പൊതുവായ ഒരു കാര്യത്തിൽ നിന്നും പ്രത്യേകമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ജനറൽ ടു പർട്ടിക്കുലർ ഡിഡക്റ്റീവ് മെത്തേഡ് ആണ്. ഇനി അതേ സമയം തന്നെ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാധ ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്.
പൊതുവെ എല്ലാ പെൺകുട്ടികളും ബുദ്ധിമതികളായിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ ഏതാ നടക്കുന്നത്? ആഗമന ചിന്താരീതിയാണ് അല്ലെ. രാധേനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ പെൺകുട്ടികളുടെയും സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ ബുദ്ധിശക്തിയെ പറ്റി വിവരിക്കുന്നത്. അപ്പൊ പ്രത്യേകമായ കാര്യം ആദ്യം പറഞ്ഞ് പൊതുവായ ആശയം രൂപീകരിക്കുകയാണെങ്കിൽ അത് ആഗമന ചിന്താരീതിയാണ്. പക്ഷെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പൊതുവായ കാര്യം ആദ്യം പറയുകയും പിന്നീട് എന്താണ് രാധ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ഉദാഹരണത്തിലോട്ട് പോകുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്നതുമായ രക്ഷാകർതൃത്വ രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്നതുമായ രക്ഷാകർതൃത്വ രീതി ഏതാണ്? പാരന്റിങ് സ്റ്റൈൽ അല്ലെ. പല തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല, താല്പര്യമില്ല, ഒന്നിനും എന്ത് കൊടുക്കുന്നില്ല? പരിഗണന നൽകുന്നില്ല. ഈ ഒരു തരത്തിലുള്ള രക്ഷാകർതൃത്വ രീതി അറിയപ്പെടുന്നത് ഏതാണ്? നിസ്സംഗ രക്ഷാകർതൃത്വം, സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം, ഉദാര രക്ഷാകർതൃത്വം, ജനാധിപത്യ രക്ഷാകർതൃത്വം. നെഗ്ലിജന്റ് പാരന്റിംഗ്, അതോറിറ്റേറിയൻ പാരന്റിംഗ്, പെർമിസീവ് പാരന്റിംഗ്, ഡെമോക്രാറ്റിക് പാരന്റിംഗ്. ഏത് പാരന്റിംഗ് സ്റ്റൈലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? ഏതാണ്? ഓപ്ഷൻ എ അല്ലെ, നിസ്സംഗ രക്ഷാകർതൃത്വം, നെഗ്ലിജന്റ് പാരന്റിംഗ് സ്റ്റൈലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് കുട്ടികള് പഠിക്കാതിരിക്കുക ഇതൊന്നും ആരുടെ കൺസേൺ അല്ല? രക്ഷാകർത്താക്കളുടെ കൺസേൺ അല്ലാതിരിക്കുക. അവരുടെ പഠനത്തിൽ യാതൊരു ശ്രദ്ധയും വെക്കാതിരിക്കുക. അവർക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ എവിടെ കൊടുക്കുന്നില്ല? നിസ്സംഗ രക്ഷാകർതൃത്വ രീതിയിൽ നൽകുന്നില്ല. ഓക്കെ, കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അതിലേക്കൊന്നും വരുന്നില്ല എന്നുള്ള രീതി. അടുത്തതാണ് സ്വേച്ഛാധിപത്യ രക്ഷാകർതൃത്വം. സ്വേച്ഛാധിപത്യം ഒന്ന് ആലോചിച്ചു നോക്കിയ പാരന്റ്സ് ഏത് റോളിലാണ് നിൽക്കുന്നത്? അതോറിറ്റേറിയൻ റോളിലാണ് നിൽക്കുന്നത്. ഞാൻ എന്താണോ പറയുന്നത്, ഞാൻ ഏത് കോഴ്സ് എടുത്താണോ നീ പഠിക്കണം എന്ന് പറയുന്നത് അത് മാത്രമേ നീ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ കർക്കശമായിട്ട് പെരുമാറുന്ന ചില മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഫടികത്തിലെ ചാക്കോ മാഷ്. സ്ഫടികത്തിലെ ചാക്കോ മാഷിനെ നമുക്ക് എന്തായിട്ട് പറയാം? അദ്ദേഹം ഒരു അതോറിറ്റേറിയൻ പാരന്റ് ആയിരുന്നു എന്ന് പറയാം അല്ലെ. ചാക്കോ മാഷ് പറയുന്നത് മാത്രമേ ആര് ചെയ്യാൻ പാടുള്ളൂ? ആട് തോമ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ അവിടെ എന്താണ്? കുട്ടിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനോ താല്പര്യങ്ങൾ പറയാനോ യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കള് വളരെ കർക്കശമായിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അടുത്തതാണ് ഉദാര രക്ഷാകർതൃത്വം, പെർമിസീവ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഉദാര രക്ഷാകർതൃത്വം നമ്മുടെ പ്രേമം എന്ന് പറയുന്ന സിനിമയില് നിവിൻ പോളിയുടെ അച്ഛൻ അല്ലെ, അദ്ദേഹത്തിന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഉദാര രക്ഷാകർതൃത്വത്തിന്റെ ഉദാഹരണമായിട്ട് കൊടുക്കാം. മക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ആരും പറയുന്നില്ല, മാതാപിതാക്കള് പറയുന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് യൂണിഫോം, ബാഗ്, എല്ലാ കാര്യങ്ങളും നൽകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അഭിപ്രായങ്ങളൊന്നും തന്നെ പറയുന്നില്ല. കുട്ടികൾക്ക് അതാണ് എടുത്ത് പഠിക്കാൻ ഇഷ്ടം എങ്കിൽ അത് പഠിച്ചോട്ടെ എന്നുള്ള പൂർണ്ണമായും കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുള്ളതാണ് ഉദാര രക്ഷാകർതൃത്വം അല്ലെങ്കിൽ പെർമിസീവ് പാരന്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജനാധിപത്യ രക്ഷാകർതൃത്വം. ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, അവിടെ എന്താണ്? ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള രക്ഷാകർതൃത്വ രീതി. ഇവിടെ മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും മുന്നോട്ടേക്ക് പോകുന്നതും. അവിടെ പാരന്റ്സിന് കൂടുതൽ റോള് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറവ് റോള് അങ്ങനെയല്ല വരുന്നത്. രണ്ടു കൂട്ടരും ഒന്നിച്ചാണ് കാര്യങ്ങള് തീരുമാനിക്കുന്നത്. കുട്ടിക്ക് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ആ കോഴ്സിനെ പറ്റി ആലോചിച്ച് അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് കുട്ടികളോട് പറയുന്നു. അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു? മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, പാരന്റ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരേപോലെയുള്ള റോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള പാരന്റിംഗ് സ്റ്റൈലാണ് പ്രധാനമായും വരുന്നത്. നെഗ്ലിജന്റ്, അതോറിറ്റേറിയൻ, പെർമിസീവ്, ഡെമോക്രാറ്റിക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ബഹുവികൽപ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടികളുടെ കഴിവ്. ബഹുവികൽപ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടികളുടെ കഴിവ് ഏതാണ്? ബഹുവികൽപ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ MCQ അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് നൽകിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവരെ വിലയിരുത്താറുണ്ട്, കുട്ടികളെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളിലൂടെ കുട്ടികളെ ഏത് കഴിവാണ് നമ്മൾ വിലയിരുത്തുന്നത്? ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്, ശരിയായ ഉത്തരം വിശകലനം ചെയ്യാനുള്ള കഴിവ്, ശരിയായ ഉത്തരം രൂപീകരിക്കാനുള്ള കഴിവ്, ശരിയായ ഉത്തരം വിശദീകരിക്കാനുള്ള കഴിവ്. ഒരു ചോദ്യം നൽകുന്നു, 4 ഓപ്ഷൻസ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പൊ ഇതെന്താണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുവികൽപ ചോദ്യമാണ് അല്ലെ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ചോദ്യത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് വേണം നിങ്ങൾ തെരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ കുട്ടികളുടെ ഏത് കഴിവാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്? ഏത് കഴിവാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്? ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്. ചിലപ്പോ ഈ 4 ഓപ്ഷനും ഒരേപോലെയുള്ള തരത്തിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഈ 4 ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ ഉത്തരങ്ങൾ രൂപീകരിക്കേണ്ട ആവശ്യമില്ല, അതല്ലെങ്കിൽ ശരിയായ ഉത്തരത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒന്നും വേണ്ട. എന്തു മാത്രമേ നമ്മൾ ചെയ്യണ്ടൂ? ഏതാണോ ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം അത് മനസ്സിലാക്കി ആൻസർ മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോ ബഹുവികൽപ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടികളുടെ കഴിവ് എന്ന് പറയുന്നത് ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശിശുക്കളിൽ പരിപോഷിപ്പിക്കേണ്ടതും എന്നാൽ നിരുത്സാഹപ്പെടുത്താനാവുന്നതുമായ ഒരു ജന്മവാസന. കുട്ടികളിൽ നമുക്ക് വളർത്തിയെടുക്കാനും താഴ്ത്തിയെടുക്കാനും പറ്റുന്ന ഒരു ജന്മവാസന ഏതാണ്? ആഹാര സമ്പാദന വാസന, അക്രമവാസന, ലൈംഗിക വാസന, മാത്സര്യ വാസന. ഇവിടെ ഏത് വാസനയാണ് നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കുന്നതും നിരുത്സാഹപ്പെടുത്താൻ സാധിക്കുന്നതും? ഏതൊക്കെയാണ്? ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇതിലേത് വാസനയാണ് നമുക്ക് പരിപോഷിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും സാധിക്കുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, മാത്സര്യ വാസന അല്ലെ. കുട്ടികളിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും അല്ലെ. അതേസമയം തന്നെ നമുക്ക് എന്തിനും പറ്റും? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് അതിനെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. ബാക്കിയുള്ള വാസനകളൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിരുത്സാഹപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം അതെന്താണ്? ഇപ്പോ ആഹാര സമ്പാദന വാസന അതെന്താണ്? ജീവൻ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെ. അതെന്താണ്? നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിനെന്താണ്? നമുക്ക് നിരുത്സാഹപ്പെടുത്താനായിട്ട് പറ്റില്ല. എപ്പോഴാണ് വിശക്കുന്നത് ആ വിശപ്പ് മാറ്റാനായിട്ടുള്ള വഴി കുട്ടികൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെയാണ് അക്രമവാസനയും ലൈംഗിക വാസനയും ഒക്കെ തന്നെയും എന്ത് തന്നെയാണ്? നമുക്ക് പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താനോ സാധിക്കാത്തതാണ്. ഇപ്പൊ അക്രമവാസന നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പരിപോഷിപ്പിക്കേണ്ട ആവശ്യം ഇല്ല അല്ലെ. അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ മാത്സര്യ വാസന നമുക്കറിയാം, കുട്ടികളില് ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് അവരൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷെ ആ ഉണ്ടാക്കിയെടുക്കുന്ന കോമ്പറ്റീഷൻ മൈൻഡ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വഴി എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള ചിന്തയല്ല ഉണ്ടാക്കിയെടുക്കേണ്ടത്. പരിപോഷിപ്പിക്കാൻ പറ്റുന്നതും നിരുത്സാഹപ്പെടുത്താൻ പറ്റുന്നതും രണ്ടും ചെയ്യാൻ പറ്റുന്നത് മാത്സര്യ വാസനയാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അക്കാദമിക വർഷം പോലുള്ള ഒരു നിശ്ചിത കാലയളവിൽ സ്കൂളുകളുടെ പ്രകടനം അളക്കാനായി ഏതുതരം വിലയിരുത്തലാണ് കൂടുതൽ മെച്ചം? ഒരു അക്കാദമിക വർഷത്തില് ഒരു സ്കൂളുകളുടെ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ പ്രകടനം അളക്കാനായിട്ട് ഇതിലേതു വിലയിരുത്തലാണ് കൂടുതൽ മെച്ചമുള്ളതായി തോന്നുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, സംരചനാ വിലയിരുത്തൽ, പഠനത്തിന്റെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ. വിലയിരുത്തൽ എന്ന് പറയുന്നത് പെഡഗോജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അക്കാദമിക വർഷം പോലുള്ള ഒരു നിശ്ചിത കാലഘട്ടം, ആ കാലഘട്ടത്തില് സ്കൂളിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് നല്ലത്? ഏതാണ്? പഠനത്തിന്റെ വിലയിരുത്തൽ അല്ലെ. അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികള് അല്ലെങ്കിൽ അവിടെ പഠിച്ച കുട്ടികള് എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്
എന്ന് വിലയിരുത്തുമ്പോഴാണ് ആ സ്കൂളിന്റെ പ്രകടനത്തിനെ പറ്റി നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ. സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള സ്കൂള് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത വഴിക്ക് എന്താ പറയാ, നമ്മൾ എന്ത് പറയാനാ സാധ്യതയുള്ളത്? ആ സ്കൂളൊക്കെ അടിപൊളിയാണ്, അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കുട്ടികളും ആ സ്കൂളിലെ 10ാം ക്ലാസ് എഴുതി വിജയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 20ൽ കൂടുതൽ കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്, അത് സൂപ്പർ സ്കൂളാണ് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പറയാ. അപ്പോ ഇവിടെ ഒരു കുട്ടിയുടെ അതല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളുടെ പഠനത്തിനെ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്തു പറയാൻ പറ്റുന്നത്, ആ സ്കൂളിന്റെ പ്രകടനം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ചിലപ്പോ നമുക്കറിയാം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ എന്താണ് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ ഭൂരിഭാഗം കുട്ടികളും ചിലപ്പോൾ തോറ്റുപോകും. അപ്പൊ നമ്മൾ എന്താ പറയാ, ആ സ്കൂൾ ഒന്നിനും കൊള്ളില്ല അല്ലെ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സ്കൂളിന്റെ പ്രകടനത്തെ വിലയിരുത്തിയത്? അവിടെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികള് എത്രത്തോളം നല്ല രീതിയിൽ മാർക്കുകൾ മേടിക്കുന്നുണ്ട് അല്ലെ, അവരുടെ പഠനത്തിനെ വിലയിരുത്തിയതാണ് ഏതായിട്ട് വരുന്നത്, ആ സ്കൂളിന്റെ പ്രകടന നിലവാരമായിട്ട് വരുന്നത്. പഠനത്തിന്റെ വിലയിരുത്തലാണ് നമുക്ക് സ്കൂളിന്റെ പ്രകടനം എപ്രകാരമായിരുന്നു എന്നളക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ പെഡഗോജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ പെഡഗോജി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, മാക്സിമം നമുക്ക് എവിടെ നിന്നൊക്കെയാണോ പെഡഗോജി ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ളത് അത് തെരഞ്ഞു പിടിച്ച് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പെഡഗോജി ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് ഉത്തരം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം, ആ ഒരു ടെക്നിക്ക് നമുക്ക് കിട്ടുള്ളൂ. കാരണം 4 ഓപ്ഷനും ഒരേപോലെയുള്ളതായിരിക്കും. അതിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഉത്തരം, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് PYQ സെഷൻസ് വഴിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെഡഗോജിയിലെ പല തരത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് വരും വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല പോലെ പഠിക്കുക. താങ്ക്